ഗൈസ്, ഞാൻ ശ്രീരാജ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഡ്രിമ്മറിനെ കുറിച്ചാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡ്രിമ്മർ എന്ന് പറയുന്ന സംഭവം എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവം. അതിന് തന്നെ പല പ്രൊഡക്റ്റുകളുണ്ട്, പല ബ്രാൻഡുകളുണ്ട്, പല വേരിയന്റുകൾ, അങ്ങനെ ഇഷ്ടം പോലെ നമ്മുടെ ഇപ്പം നമ്മുടെ ഓൺലൈൻ മാർക്കറ്റുകളിലായാലും ഷോപ്പുകളിലായാലും ഇഷ്ടം പോലെ ഇത് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം അതിന്റെ ഒരു സ്പെസിഫിക്കേഷനും നമുക്ക് ഏറ്റവും ബഡ്ജറ്റ് ഫ്രീ ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ HTCയുടെ ഒരു ഡ്രിമ്മറാണ്. ഒരു ലോ ബഡ്ജറ്റ് ഡ്രിമ്മറാണ്. നിങ്ങൾക്ക് ഇതാ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇതാണ് HTCയുടെ ഒരു ലോ ബഡ്ജറ്റ് ഡ്രിമ്മറാണ്. ഒരു 500 രൂപയ്ക്ക് അകത്ത് വാങ്ങിക്കാൻ പറ്റിയ ഒരു ഡ്രിമ്മറാണ് ഇത്. നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഇതിന് ലോ ബഡ്ജറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് വാറണ്ടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ലഭിക്കുന്നതല്ല. നമുക്ക് അത്യാവശ്യം ബ്രാൻഡായിട്ടുള്ള ഡ്രിമ്മറുകൾ എടുത്താൽ മാത്രമാണ് വാറണ്ടി അങ്ങനെയുള്ള ഇതൊക്കെ വരുന്നത്. എല്ലാവരും എപ്പോഴും പോയി ബ്രാൻഡ് എടുക്കണമെന്നില്ല. മിക്ക ആളുകളും ചൂസ് ചെയ്യുന്നത് ഒരു 500-നകത്ത് അല്ലെ ഒരു 1000-നകത്ത് ഒരു ഡ്രിമ്മർ പെട്ടെന്ന് പർച്ചേസ് ചെയ്യാനാണ് എല്ലാവരും നോക്കുന്നത്. അപ്പം ഒരു ലോ ബഡ്ജറ്റ് ഡ്രിമ്മർ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഇതൊരു 8 മാസമായിട്ട് ഞാൻ യൂസ് ചെയ്തതിൻ്റെ ഒരു റിവ്യൂ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. 8 മാസമായി ഞാൻ യൂസ് ചെയ്ത് കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ഇതിന് വാറണ്ടി ഇല്ലാത്ത ഡ്രിമ്മറുമാണ്. ലോ ബഡ്ജറ്റ് ആണ്. അണ്ടർ 500 രൂപയ്ക്ക് അകത്ത് നിൽക്കുന്ന ഡ്രിമ്മറുമാണ്. അപ്പം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ആദ്യം ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡ്രിമ്മർ, അതിൻ്റെ കേബിള്, പിന്നെ അതിൻ്റെ ലിക്വിഡ് ഉണ്ട്, ക്ലീനിങ്ങിനുള്ള ബ്രഷ് ഉണ്ട്, ഡ്രിമ്മറിൻ്റെ മറ്റേ ചീപ്പ് പോലത്തെ ആ പല്ലുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഡ്രിമ്മർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണ് നമ്മുടെ ഡ്രിമ്മർ വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലുക്കും കാര്യങ്ങളും ഒക്കെ തരുന്നുണ്ടെങ്കിലും നമുക്ക് വാറണ്ടിയും കാര്യങ്ങളൊന്നും തരുന്നില്ല. അതും പ്രത്യേകിച്ച് പറയണം. നമ്മുടെ സ്വന്തം റിസ്കിൽ തന്നെ നമ്മളിത് ബൈ ചെയ്യേണ്ടതാണ്. പക്ഷേ ഞാനിത് വാങ്ങിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഡാമേജസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അത്യാവശ്യം നല്ല ട്രിമ്മറാണ്. ഇതുവരെയും അങ്ങനെ അത്യാവശ്യം ബാക്കപ്പും കിട്ടുന്നുണ്ട്. ചാർജൊക്കെ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. ഒരു തവണ ഒന്ന് പിന്നെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 1-2 ദിവസത്തേക്കുള്ളിൽ ചാർജ് എങ്ങനെ ആയാലും നിൽക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ വാങ്ങിക്കാൻ നമുക്ക് ലോ ബഡ്ജറ്റ് നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണെന്ന് ഞാൻ പറയാം. അത്യാവശ്യം കാരണം നിൽക്കുന്നുണ്ട്, നല്ല ഡ്യൂറബിൾ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. 8 മാസമായിട്ട് ഇത് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലോ ബഡ്ജറ്റ് ഡ്രിമ്മർ 8 മാസം നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് എത്തിക്കാനുള്ള കാര്യം. ലോ ബഡ്ജറ്റ് നോക്കുന്നവർക്ക് ഈ ഒരു ബ്രാൻഡ് നിങ്ങൾക്ക് എപ്പോഴും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ തന്നെ കിട്ടുന്ന ഒരു ഡ്രിമ്മർ തന്നെയാണ്. HTCയുടെ ആണ് ഡ്രിമ്മർ വരുന്നത്. ഇതിന്റെ മോഡൽ വന്ന് AT1105 എന്നാണ് ഇതിന്റെ മോഡൽ നെയിം. അപ്പം ഈ മോഡലിലുള്ള ഡ്രിമ്മർ നിങ്ങൾക്ക് അടുത്തുള്ള ഷോപ്പുകളിലോ അല്ലെ നെറ്റിൽ നിന്നോ വല്ലതും ഓർഡർ ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. ലോ ബഡ്ജറ്റ് തന്നെ നിങ്ങൾക്ക് ഒരു അത്യാവശ്യം ഒരു നല്ലൊരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണിത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യും. താങ്ക് യു.